കളരിപ്പയറ്റിൻ്റെ പാരമ്പര്യം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന സേവനത്തിന് അംഗീകാരമായി നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘത്തിൻ്റെ ഗുരു ഷമീർ മുഹമ്മദ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ദീർഘകാലമായി കളരി രംഗത്ത് നടത്തിയ സമർപ്പിത പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. 7-ാം വയസ്സിൽ തന്നെ പിതാവും പ്രശസ്ത കളരി ഗുരുവുമായ പി.കെ. മുഹമ്മദ് ഗുരുവിൻ്റെ കീഴിൽ ഷമീർ പരിശീലനം ആരംഭിച്ചു. 1969 സ്ഥാപിതമായ പ്രാചീന കേരള കളരി സംഘം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച സംഘമാണ്. 16 തവണ ജില്ലാ ചാമ്പ്യന്മാരും 3 തവണ സംസ്ഥാന ചാമ്പ്യന്മാരുമായിട്ടുള്ള സംഘത്തിൻ്റെ വളർച്ചയിൽ ഷമീറിൻ്റെ പങ്ക് നിർണായകമാണ്. പിതാവിൻ്റെ പാത പിന്തുടർന്ന് സംഘത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ഷമീർ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കളരിപ്പയറ്റ് പരിശീലനം നൽകുന്നതിൽ സജീവമാണ്. തെക്കൻ, വടക്കൻ, മധ്യകേരള സമ്പ്രദായങ്ങൾ ഉൾപ്പെടുത്തി പരിശീലനം നൽകുന്ന സംഘത്തിന് അന്താരാഷ്ട്ര വേദികളിലും ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവാർപ്പണം നടത്താനൊക്കെ പറയും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരാൾ ഉന്നതിയിലേക്ക് എത്തിച്ചേരാം. നമുക്കൊക്കെ പറ്റുന്നൊരു കാര്യം വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും, പല വഴിയിലേക്ക് തിരിഞ്ഞു പോകും. പക്ഷെ ഷമീർ ഇപ്പോൾ ഇതിനനുബന്ധമുള്ള വിളിച്ച മറ്റു പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കളരി എന്ന ഒരു ആർട്ട് ഫോമിനോട്, നമ്മൾ കേരളീയമായ ആർട്ട് ഫോമിനോട് 100% നീതി പ്രവർത്തികൾ മുന്നോട്ട് പോയി എന്നുകൊണ്ടാണ് ഈ വിജയമൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞത്. നടുവിൽക്കര പ്രാചീന കളരി സംഘത്തിൻ്റെ നിലവിലെ ഗുരുക്കളായ ഷമീർ ഗുരുക്കൾക്ക്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഷമീർ കാക്ക് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇടം നേടിയിരിക്കുകയാണ്. ഇതിൽ ഞങ്ങൾ നടുവിൽക്കരയിലെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അതിൻ്റെ പരിപാടികളാണ്, സ്നേഹാദരവൊക്കെയാണ് ഇന്നിവിടെ നടന്നു വന്നിരുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ കളരി പ്രദർശനം നടത്തിയത് സംഘത്തിൻ്റെ അഭിമാന നേട്ടങ്ങളിൽ ഒന്നാണ്. സംസ്കാരത്തിനും പൈതൃകത്തിനും ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് ഷമീർ പ്രതികരിച്ചു. 1969 എൻ്റെ വാപ്പയും ഗുരുനാഥനുമായ പി.കെ. മുഹമ്മദ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ പ്രാചീന കേരള കളരി സംഘം സ്ഥാപിതമായി. നിരവധി വിദ്യാർത്ഥികൾ പഠിച്ച കളരിയിൽ ഇന്നും വിദ്യാർത്ഥികൾ പഠനം തുടരുകയാണ്. കളരിയിലെ മെയ്യഭ്യാസങ്ങൾ, ആയുധ പരിശീലനങ്ങൾ, മർമ്മപ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിരവധി വിദ്യാർത്ഥികൾ പുറത്തുനിന്നും നമ്മുടെ ഈ പ്രദേശത്തു നിന്നൊക്കെ കളരിയിലേക്ക് എത്താറുണ്ട്. എൻ്റെ 7-ാമത്തെ വയസ്സിലാണ് നമ്മൾ കളരി പഠനം ആരംഭിക്കുന്നത്. അതൊരു വിദ്യ ആരംഭമുള്ള ദിവസമാണ് കളരി ആരംഭിക്കുന്നത്. എന്നെ ഗുരുവായൂരുള്ള സുകുമാരൻ ഗുരുക്കളും എൻ്റെ അച്ഛനുമാണ് എന്നെ കളരിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കളരിയിൽ ശാസ്ത്രീയമായ ഉൾച്ചിൽ ചികിത്സകളൊക്കെ വാപ്പ ചെയ്തിരുന്നു. വാപ്പ മരണപ്പെട്ടിട്ട് 4 വർഷമായി. ഇപ്പോൾ ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടാൻ സാധിച്ചു. അതിലൊരുപാട് സന്തോഷം. എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ കളരിയിലെ വിദ്യാർത്ഥികളുമായി മുന്നോട്ട് പോവുകയാണ്. കളരിപ്പയറ്റ് പോലുള്ള പൈതൃക കലകളെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇത്തരം അംഗീകാരങ്ങൾ വലിയ പ്രചോദനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.